പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഇവിടെ 7:15 സമയം കേട്ടോ. അപ്പോൾ ഞാനൊരു ഈവനിങ് വാക്കിന് ഇറങ്ങാമെന്ന് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇവിടെ വാക്ക് ചെയ്യാൻ പോകുന്നത് അതായത് രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ പോകുന്ന വഴിക്ക് കൂടെ കുറച്ചൊന്ന് നമുക്ക് കുറേ വീടുകളും അവിടുത്തെ കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കിയ കുറേ കാര്യങ്ങളും ഒക്കെ ഞാനിന്ന് പറയാവേ. അപ്പം ഇവിടുത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമയം ഇതാണ് കേട്ടോ. നടക്കാൻ പോകുന്ന സമയം നല്ല രസമാണ്. ഞാനൊരു 1 മണിക്കൂർ 45 to 1 hour ഞാൻ നടക്കാൻ പോകും, രാവിലെയോ വൈകുന്നേരമോ. അപ്പോൾ അവിടെ ഇവിടെ ഒന്നും ഫ്രണ്ട് ഏരിയയിൽ ഈ ഫെൻസിങ് ഒന്നുമില്ല കേട്ടോ. വേറെ വീടിൻ്റെ അതായത് ഓരോ വീടും തമ്മിൽ ഇങ്ങനെ മാറ്റി മാറ്റി നമ്മളിങ്ങനെ മതിൽ കെട്ടി തിരിച്ചിട്ടൊന്നുമില്ല. ഇവിടെ ഫുള്ളി ഒരു ലോണാണ്, ഫുൾ ഗ്രാസ് വെച്ചിട്ടുണ്ട് എല്ലാ വീടുകളിലും. പിന്നെ 2 വീടുകൾ തമ്മിൽ അങ്ങനെ ഫെൻസിങ്ങും ഇല്ല, ഒന്നുമില്ല. ജസ്റ്റ് നമുക്ക് മനസ്സിലാവും നമ്മുടെ വീടിൻ്റെ അവിടെ എത്ര സ്ഥലമുണ്ട്, അങ്ങനെയാണ് കേട്ടോ. അല്ലാതെ ഇത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ പ്രൈവസിയെ ആൾക്കാർ ഒത്തിരി മാനിക്കുന്നുണ്ടല്ലോ. നമ്മൾ അടുത്ത വീട്ടിൽ എന്ത് ചെയ്താലും മറ്റാൾക്ക് അറിയാനായ യാതൊരു താല്പര്യമില്ല കേട്ടോ. അപ്പം ഞാൻ അവിടെ ഇങ്ങനെ സ്പ്രിങ്ക്ലർ വെച്ച് വെള്ളം നനയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ റോഡിൽ കൂടെ ഇറങ്ങി നടന്നാണ്. അല്ലെങ്കിൽ അതാണ് വാക്ക് വേ, ആ ചെറിയ പാത്ത് പോലെ കോൺക്രീറ്റ് ആയിട്ട് കാണുന്നത് കണ്ടോ. ഇപ്പം ഞാൻ അങ്ങോട്ട് നടന്ന് കയറുകയാണ്. അതിലാണ് നമ്മൾ നടന്നു പോകുന്ന ആൾക്കാരെല്ലാം പോകുന്നത് കേട്ടോ. പിന്നെ ഡ്രൈവ് നമുക്കറിയാമല്ലോ, ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവാണ്. ഇവിടെ പക്ഷെങ്കിൽ പോസ്റ്റ്മാൻ, അതായത് പോസ്റ്റ്മാൻ്റെ മെയിൽ വരുന്നത് ആ വണ്ടി മാത്രം റൈറ്റ് ഹാൻഡ് ഡ്രൈവിംഗ് ആണ് കേട്ടോ. അത് ഒരു ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരേ ഒരു വാൻ മാത്രമാണ് ഇവിടെ ഇതായത് ഈ റൈറ്റ് സൈഡ് ഡ്രൈവിംഗ് ഉള്ളത് നമ്മുടെ ഇന്ത്യയിലെ പോലെ. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ വീടിൻ്റെയും ഫ്രണ്ടിൽ മെയിൽ ബോക്സസ് ഉണ്ട്. അപ്പോൾ അവരതങ്ങ് പോകുന്ന വഴിക്ക് അത് ഡ്രോപ്പ് ചെയ്യാനായിട്ട് എളുപ്പം റൈറ്റ് ഹാൻഡ് ആകുമ്പോഴാണ്. പിന്നെ നമ്മൾ സ്റ്റോപ്പ് എന്ന് എഴുതിയ സ്ഥലത്ത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മളിങ്ങനെ നിൽക്കുമ്പം നമ്മൾ വണ്ടി ഓടിച്ച് വരികയാണെങ്കിൽ നമ്മൾ ആ നിൽക്കുന്ന സമയത്ത് ആരും ക്രോസ് ചെയ്യാനില്ലെങ്കിൽ പോലും 1, 2, 3 എന്നൊരു പോസ് എടുത്തിട്ട് മാത്രമേ വണ്ടികളൊക്കെ പോകാറുള്ളൂ. പെഡസ്ട്രിയൻ ആണെങ്കിൽ ഇവിടെയും അത് തന്നെയാണ് സിസ്റ്റം. ഇതിപ്പോൾ നമ്മുടെ റെസിഡൻഷ്യൽ ഏരിയക്കുള്ളിലുള്ള വാക്ക് വേയിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പം അവിടെയും ഇങ്ങനെ ഓരോ സ്ട്രീറ്റ് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. പല 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 സ്ട്രീറ്റാണ്, അതായത് സൺഫ്ലവർ സ്ട്രീറ്റ്, ടിക്സൈഡ് അവന്യൂ, അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പം നമ്മുടെ ഹൊറിസോണ്ടലായിട്ട് ഒരു ബോർഡ് കാണും, ഒരെണ്ണം വെർട്ടിക്കലായിട്ടും കാണും. അപ്പോൾ വെർട്ടിക്കലായിട്ട് കാണുന്ന ബോർഡിൽ കൂടെയാണ് നമ്മൾ നമ്മുടെ സ്ട്രീറ്റ് മനസ്സിലാക്കുന്നത്. ഇതിവിടെ ഇങ്ങനെ വേസ്റ്റിൻ്റെ താഴെ വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് ബാഗ് എന്താണെന്ന് വെച്ചാൽ പുല്ല് കട്ട് ചെയ്തതും അല്ലെങ്കിൽ നമ്മുടെ ചെടികൾ കട്ട് ചെയ്തതും ഒക്കെ നമുക്ക് വേസ്റ്റ് ബിന്നിനകത്ത് ഇടാൻ പറ്റത്തില്ല. അതിനുവേണ്ടി സെപ്പറേറ്റ് ഒരു ബാഗുണ്ട്. ആ ബാഗിനകത്ത് വെച്ചിട്ട് ആ ഗ്രീൻ ടാഗ് ഒട്ടിച്ചിട്ട് വേണം, അത് വേറെ ദിവസം വേറെ ആൾക്കാരാണ് വന്നെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് സെപ്പറേറ്റ് ആയിട്ടാണ് വേസ്റ്റ് ഇടുന്നത്. വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഇവിടുത്തെ എഫിഷ്യൻ്റ് ആയതുകൊണ്ട് തന്നെയാണ് ഈ റോഡുകളും ഇതൊക്കെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് കിടക്കുന്നത് അല്ലേ. ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 7:30 ആയി. 7:30 ആയിട്ടും ഇതുപോലെ വെയിലാണ് കേട്ടോ, ഇതുപോലെ വെട്ടാണ്. ഇപ്പം ലോങ് ഡേയ്സ് ആണ്. വെളുപ്പിന് 5:30 സൺറൈസ്, സൺസെറ്റ് എന്ന് പറയുന്നത് 8:45 എന്തോ ആണ്. അപ്പോൾ അതുപോലെ അപ്പോൾ കുറേ നടക്കാൻ നമുക്ക് നല്ല രസമാണ്. അപ്പോൾ ഏത് ഏരിയയിൽ കൂടെ പോയാലും നമുക്ക് തിരിച്ച് നമ്മുടെ മാപ്പ് ഇട്ടിട്ടോ എങ്ങനെയാണെന്ന് വെച്ചിട്ട് നമ്മുടെ സ്ട്രീറ്റിലോട്ട് നമുക്ക് എത്താം കേട്ടോ. ഇതെല്ലാം ഫുൾ ഇൻ്റർ കണക്റ്റഡ് ആണ്. അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിയിൽ ഫുൾ ഇങ്ങനത്തെ വീടുകളാണുള്ളത്. ഞാൻ പറഞ്ഞത് ഒരേപോലത്തെ സ്ക്വയർ ഫീറ്റ് ഉള്ള വീടുകളായിരിക്കും ഇവിടെ ഉള്ളത്. അതായത് 2 ഗ്യാരാജുള്ള ടൈപ്പ് വീടുകൾ. ഞാൻ അവിടുത്തെ വീടിൻ്റെ ഹോം ടൂർ നടത്തിയത് അത് 3 ഗ്യാരാജുള്ള വീടിൻ്റെ ഹോം ടൂറാണ് നടത്തിയത്. ഇവിടെയെല്ലാം 2 ഗ്യാരാജ് അല്ല 2 പാർക്കിംഗ് ഉള്ള ഹോമാണുള്ളത്. അതായത് 3 BHK ആയിരിക്കും ഇവിടുത്തെ എല്ലാം. അങ്ങനെ ഞങ്ങൾ നടന്ന് പോകുമ്പോൾ ഞാനിങ്ങനെ ഓർക്കായിരുന്നു, ഇവിടെ ബാക്ക് യാർഡിൽ ഫെൻസിങ് ചെയ്യും കേട്ടോ ആൾക്കാർ. നമ്മൾ പെറ്റ്സിനെയൊക്കെ വളർത്തുമല്ലോ, നമ്മുടെ സ്പാർക്കി ഒക്കെ ഉള്ളത് അപ്പുറത്തോട്ട് പോകാതിരിക്കുക. ബാക്ക് യാർഡിൽ ഫെൻസിങ്ങും ബാക്ക് യാർഡിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. എല്ലാവരും തന്നെ ഗ്രില്ല് ചെയ്യുന്നതും കുക്ക് ചെയ്യുന്നതും പിന്നെ കുറേ നന്നായിട്ട് നല്ല ഫർണിച്ചറൊക്കെ ഇട്ട് ഗാർഡനിങ് ഒക്കെ ചെയ്ത് നല്ല രസത്. പുറകിലത്തെ ഏരിയ അവർ നന്നായിട്ട് ഇരിക്കാനായിട്ട് ഉപേക്ഷിക്കുന്നത് കണ്ടോ. ഇത് ഉപേക്ഷിക്കുന്നതല്ല, ഇരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളാണല്ലോ. ചില്ല് ചെയ്യുക, റിലാക്സ് ചെയ്യാനായിട്ടൊക്കെ വേണ്ടിയിട്ട് ഈ സമ്മർ ടൈം, അതായത് ഇവിടെ ഷിക്കാഗോ ആയതുകൊണ്ട് 3 മാസം നല്ല വിൻ്ററാണ്. അത് കഴിഞ്ഞിട്ടുള്ള സമയമൊക്കെ ബാക്ക് യാർഡിൽ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അതായത് ഈ ചെടികളെല്ലാം സ്നോ വീണ് നശിക്കും, അത് കഴിഞ്ഞ് പിന്നെയും സ്പ്രിങ്ങിൽ തളുത്ത് വരും, അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സമ്മർ ഇവിടുത്തെ ആൾക്കാർ ഭയങ്കരമായിട്ട് ആഘോഷിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ബാക്ക് യാർഡ്സും ചെടികളും ഒക്കെ കാണാൻ നല്ല രസമാണ്. എനിക്ക് തോന്നുന്നു സ്ക്രീൻ ടൈം കുറച്ചും ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് കൂടുതലുമാണ് ഇവിടുത്തെ ആൾക്കാർ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെയും തന്നെ ബാക്ക് യാർഡും ഈ ഗാർഡനിങ്ങും ഫ്രണ്ട് ഏരിയ ഒക്കെ ഭയങ്കര മെയിൻറ്റെയിൻഡ് ആണ്, നല്ല ലാൻഡ്സ്കേപ്പിംഗ് ആണ്. അപ്പോൾ നമ്മളിങ്ങനെ ഈ സ്ട്രീറ്റിൽ കൂടെ അങ്ങ് നടന്ന് ചെല്ലുമ്പോൾ അവിടെ മെയിൻ റോഡ് വരുവാണ് കേട്ടോ. മെയിൻ റോഡിൻ്റെ അപ്പുറത്ത് മുഴുവൻ കോൺഫീൽഡ്സ് ആണ്. ഞാൻ വന്ന സമയത്ത് നിങ്ങളെ കാണിച്ചിരുന്നു, ആ സ്ഥലത്തെല്ലാം അത് കോണിൻ്റെ അത് വിത്ത് പാകിയിട്ടുള്ളത്. ഇപ്പോൾ അതെല്ലാം അങ്ങ് വളർന്നിട്ട് ഫുൾ ഹൈറ്റ് വെച്ച് വരുന്നുണ്ട് കേട്ടോ. അത് ഇനിയും കുറേ കൂടെ ഹൈറ്റ്, ഇത് ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യും കേട്ടോ ഈ കോൺ പ്ലാന്റേഷൻസ്.
അപ്പം അതിലൂടെ നടന്ന് ഞാൻ എൻ്റെ വരെ ജസ്റ്റ് ആ കോണിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ പോയതാണ് കേട്ടോ. എന്നിട്ട് നമ്മളിങ്ങനെ ചുറ്റിയിട്ട് വേറെ പാത്തിൽ കൂടെ തിരിച്ചു വരും. അപ്പോൾ ഇവിടുത്തെ ഒരു കൾച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫേസ് ടു ഫേസ് ആരുമായിട്ട് കോൺടാക്ട് ചെയ്തും അറിയത്തില്ലാത്ത ആൾക്കാരാണെങ്കിലും ഒരു ഹായ് ഹലോ ഒക്കെ പറയും. അല്ലെങ്കിൽ നമ്മുടെ ഒരു കാര്യത്തിലും നമ്മൾ അതായത് അതുകൊണ്ട് ഞാൻ പറഞ്ഞ വീടിന് ഫെൻസിങ് ഇല്ല, വീടുകൾ തമ്മിൽ തിരിച്ചിട്ടില്ല, ഒരു കാര്യത്തിലും മറ്റൊരാൾ ഇടപെടത്തില്ല. എല്ലാവരും അതായത് പറയത്തില്ല മൈൻഡിങ് അവർ ഓൺ ബിസിനസ്. അതാണ് ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. കണ്ടോ, കോൺ ഫീൽഡാണിത്. ഇത് മെയിൻ റോഡിൻ്റെ അപ്പുറത്താണ്. മെയിൻ റോഡിൻ്റെ ഇപ്പുറത്താണ് നമ്മുടെ കമ്മ്യൂണിറ്റി. അതിലൂടെയാണ് കേട്ടോ ഞാൻ നടക്കാനായിട്ട് ഇറങ്ങുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ല കുറേ വീടുകളുണ്ട് കേട്ടോ. അപ്പം ഏതൊക്കെ വീടുകളിൽ പോയാലും നമ്മൾ ഫ്രണ്ട് ഏരിയ കാണുമ്പോൾ ഭയങ്കര നീറ്റ് ആൻഡ് വെൽ മെയിൻറ്റെയിൻഡ് ആയിരിക്കും. ഇത് അതുപോലെ തന്നെ പാർക്കിംഗ്, ഒരു വണ്ടികളും ഇങ്ങനെ വഴി സൈഡിൽ പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ പാർക്കിംഗ് ഏരിയയിൽ മാത്രമാണ് പാർക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പം നമ്മുടെ വിസിറ്റേഴ്സൊക്കെ വരുവാണെങ്കിൽ നമ്മൾ ഗരാജിൻ്റെ മുമ്പിലെ സ്ഥലത്താണ് വണ്ടി പാർക്ക് ചെയ്യുന്നത്. നമ്മുടെ അവിടുത്തെ പോലെ വഴിയുടെ സൈഡിൽ ഇങ്ങനെ വണ്ടികളിങ്ങനെ ഇടാനായിട്ട് പറ്റത്തില്ല. അവനവൻ്റെ പാർക്കിംഗ് ഏരിയയിൽ മാത്രമേ വണ്ടി ഇടാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് നടക്കുന്നവർക്കും ഒന്നും ഒരു ബുദ്ധിമുട്ടില്ല. കണ്ടോ, ഇങ്ങനെയാണ് പാർക്ക് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ 2 വണ്ടി കൂടുതലുണ്ടെങ്കിൽ 2 നമ്മുടെ ഗാരാജിലിടാം, വേറെ ബാക്കി നമുക്ക് വെളിയിലിടാം. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ വിസിറ്റേഴ്സ് വരുന്നവരും അങ്ങനെ തന്നെയാണ് ഇടേണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മൾ നടന്ന് പോകണം. അപ്പോൾ ഞാൻ കണ്ട നല്ല ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഡോഗ്സിനെ വാക്ക് ചെയ്യാനായിട്ട് ഇറങ്ങിയാലും ഇത് കണ്ടോ, പിന്നെയും 2 ബോർഡ്സ് വരുന്നുണ്ട്. ഒരെണ്ണം ഹൊറിസോണ്ടൽ, ഒരെണ്ണം വെർട്ടിക്കലി. ഈ വെർട്ടിക്കലായിട്ട് നമ്മൾ കാണുന്നത് നമ്മുടെ സ്ട്രീറ്റിന് അങ്ങോട്ടുള്ള അതായിരിക്കും. അങ്ങനെയാണ് കേട്ടോ. ഇത് കണ്ടോ, ഒരു വീട് കോർണർ പ്ലോട്ടാണ്. കോർണർ പ്ലോട്ടിൽ അവർക്ക് സ്ഥലം കിട്ടിയേക്കുന്നത് അവർ എത്ര ഭംഗിയായിട്ടാണെന്ന് നോക്കി അവിടെ ഗാർഡൻ എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതുപോലെ ഫ്ലവേഴ്സാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചായിരുന്നല്ലോ എൻ്റെ വീടിൻ്റെ പുറകിലുള്ള ഒരു വീട്. അവിടെ ഇങ്ങനെ ഫ്ലവേഴ്സ് ഇഷ്ടം പോലെ വെച്ചിട്ടുണ്ടായിരിക്കും. ഇതെല്ലാം ഈ സീസണൽ ഫ്ലവേഴ്സാണ്. ഈ സമ്മർ കഴിയുമ്പം ഇപ്പോൾ ഓഗസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോഴത്തേനും ഇതെല്ലാം നശിച്ചു പോകും. പിന്നെ ഇവർ നവംബർ ആകുമ്പോഴത്തേനും പിന്നെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഫുൾ കുറവാണ്. പിന്നെ സ്നോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമല്ലോ. പിന്നെയും ഇവർക്ക് അടുത്ത സമ്മർ കിട്ടുന്ന സമയത്താണ് പിന്നെ ഇവർ ഈ ഫ്ലവർ എല്ലാം വെച്ചിട്ട്. അപ്പോൾ ഇതെല്ലാം ഇവിടെ മിക്കവാറും നമ്മുടെ ഇവിടുത്തെ പോലെ ഇങ്ങനെ ഗാർഡനർ വരുമോ ഒന്നുമല്ല, അവർ തന്നെയാണ് ലോൺ മൂവ് ചെയ്യാനും ഒക്കെ ആൾക്കാരെ വിളിക്കാറുണ്ട്. പക്ഷേ മിക്ക വീടുകളിലും തന്നെ ഈ ചെടികളൊക്കെ നോക്കുന്നത് അവരവർ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത്രയും ആക്ടിവിറ്റീസ് നമുക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവരുടെ ഓൾഡായ ആൾക്കാരുടെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അമേസിങ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ്. അവർ നല്ല ആക്റ്റീവായിട്ടിരിക്കും. പിന്നെ ഇവിടെ ഇങ്ങനെ ഫ്ലാഗ് വീടിൻ്റെ ഫ്രണ്ടിൽ തൂക്കിയിടാം കേട്ടോ. ഒരു പ്രശ്നം, നമ്മുടെ ഇന്ത്യയിലെ ഫ്ലാഗ് അങ്ങനെ വീട്ടിൽ തൂക്കിയിടുന്നത് കുറവല്ലേ. ഇവിടെ മിക്ക വീടുകളിൽ തന്നെ ഫ്ലാഗ് തൂക്കിയിടാൻ വേണ്ടി ഒരു ഹോൾഡർ തന്നെയുണ്ട് കേട്ടോ. ഫ്രണ്ടിലൊരു ലാമ്പ് എല്ലാ വീടിൻ്റെ ഉണ്ടായിരിക്കും. ഒരു മെയിൽ ബോക്സും ഉണ്ടായിരിക്കും. ആ മെയിൽ ബോക്സിൽ ഇതിടുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ചെയ്താണ് മെയിൽ വാൻ വരാറ്. ആ ഒരു മെയിൽ വാൻ മാത്രമാണ് അമേരിക്കയിൽ റൈറ്റ് ഹാൻഡ് ഡ്രൈവ് അലൗ ചെയ്യുന്നത്. ഇതാണ് കേട്ടോ മെയിൽ ബോക്സ്. അതിന് നമ്മുടെ വീടിൻ്റെ നമ്പരും ഒക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും. ഇത് ഇവരുടെ ഫ്രണ്ട് ഏരിയയിൽ നമുക്കിങ്ങനെ വലിയ വലിയ മരങ്ങളും വെച്ച് പിടിപ്പിക്കാം. ഇത് പക്ഷേ അവരുടെ അതോറിറ്റിയുടെ അനുവാദം, അവർ വന്ന് നോക്കിയിട്ട് എവിടെയാണ് നമുക്ക് കുഴിക്കാൻ പറ്റുന്നത് അതനുസരിച്ചിട്ടാണ് ഈ ലോണിൽ വെച്ചിരിക്കുന്ന വലിയ മരങ്ങളെല്ലാം വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും അണ്ടർഗ്രൗണ്ട് പാസേജ് ഉണ്ടെങ്കിൽ അത് ബ്രേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ടല്ലോ. അങ്ങനെ എല്ലാം ഒരു ഭയങ്കര സിസ്റ്റമാറ്റിക് രീതിയിലാണ് ഇവിടെ പോകുന്നത്. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവരുടെ ഗാർഡനിങ്ങും ബാക്ക് യാർഡുമാണ് കേട്ടോ. ഭയങ്കര രസമാണ് ബാക്ക് യാർഡൊക്കെ കാണാനായിട്ട്. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, വേസ്റ്റ് മാനേജ്മെൻറ്റ് അടിപൊളിയായതുകൊണ്ട് തന്നെയാണ് നമുക്കിവിടെ ഇത്രയും നന്നായിട്ട് റോഡ്സ് കിട്ടുന്നത്. നമ്മൾ ഡോഗിനെ കൊണ്ട് വാക്ക് ചെയ്യാൻ ഇറങ്ങിയാൽ നമ്മളൊരു പ്ലാസ്റ്റിക് ബാഗ്, പൂപ്പ് ബാഗ്സ് എന്ന് പറഞ്ഞാൽ അത് കയ്യിൽ പിടിക്കണം. ഡോഗ് അതിൻ്റെ കാര്യമെല്ലാം സാധിച്ച് നമ്മളത് നമ്മുടെ ബാഗിൽ എടുത്തുകൊണ്ട് പോകണം, അല്ലാതെ അവിടെ ഇട്ടിട്ട് പോരാനായിട്ട് പറ്റത്തില്ല. ഇത് കണ്ടോ, ഇത് ബാക്ക് യാർഡാണ്. ആരുടെ ബാക്ക് യാർഡാണ്. നമ്മളിങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് ഇത് മുഴുവൻ പീച്ചാണ് നിൽക്കുന്നത്. പീച്ചല്ല, നമ്മുടെ സബർജൽ എന്ന് പറയുന്നത്, നാഷ്പാത്തി എന്ന് പറയുക, പെയർ. ഹിന്ദിയിലെ നാഷ്പാത്തി എന്ന് പറയുന്ന പെയറാണ് മുഴുവൻ നിൽക്കുന്നത്. കുറേ ഉണ്ടായി കിടപ്പുണ്ട്. അങ്ങനെ ആപ്പിളും ഇഷ്ടം പോലെ ഗ്രോ ചെയ്യും. എല്ലാവരും പറയുന്ന ആപ്പിൾ നട്ടാൽ അതിങ്ങനെ സീസൺ വരുമ്പം കുറേ കഴിക്കാൻ ആരുമില്ലല്ലോ, എല്ലാം താഴെ വീണ് പിന്നെ ലോണെല്ലാം വൃത്തികേടാകുന്നുള്ളൂ, മെയിൻറ്റെയിൻ ചെയ്യാൻ പാടാകുന്നതുകൊണ്ടാണ് ആപ്പിൾ ട്രീസ് നടാത്തത്. അങ്ങനെ ഒരു ആപ്പിളിൻ്റെ ഓർച്ചാർഡ് തന്നെയുണ്ട്. അവിടെ നമുക്ക് ആപ്പിൾ പിക്കിങ്ങിനൊക്കെ പോകാം. പക്ഷേ ഇപ്പോൾ സീസൺ അല്ലാത്ത കാരണമാണ് പോകാൻ പറ്റാത്തത്. അങ്ങനെ നല്ലൊരു ലോങ് വാക്ക് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ഫീലാണ് കേട്ടോ. നമുക്ക് ഇത്രയും ബിസി ആയിട്ടുള്ള റോഡാണേലും നടക്കുന്ന കാര്യത്തിൽ നമുക്കൊരു തടസ്സങ്ങളും ഇല്ല. പിന്നെ ഇവിടെ 3 വീലേഴ്സ് ഇല്ല, ഓട്ടോ ടെമ്പോ അതൊന്നും ഇല്ല. സൈക്ലിങ്ങിന് മാത്രം വേറൊരു പാത്തുണ്ട്. പിന്നെ എല്ലാം കാറ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് റെസിഡൻഷ്യൽ ഏരിയയിലെ മിക്ക ഓട്ടിനകത്തും അതായത് അകത്തോട്ടുള്ള ഈ വഴികളില്ലേ, അവിടെയൊന്നും മോട്ടറുള്ള ഒരു വെഹിക്കിൾസും അലൗഡ് അല്ല, അകത്ത് കയറി പോകാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നടക്കുന്നത് നല്ല സേഫായിട്ട് നമുക്ക് നടക്കാം. ഇടയ്ക്കൊന്നും ഒരു ഹേർഡിൽസും വരത്തില്ല. നമുക്ക് അങ്ങോട്ട് മാറിപ്പോയി ഇങ്ങോട്ട് മാറിപ്പോയി അങ്ങനെയൊന്നുമില്ല, കറക്റ്റായിട്ട് നടന്നു പോവാം.
അപ്പോൾ അങ്ങനെ ഭയങ്കര വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ളൊരു എല്ലാ കമ്മ്യൂണിറ്റികളും ഇങ്ങനെ വെൽ മെയിൻറ്റൈൻഡ്, ചിലർ ഫ്ലാറ്റ്സ് ആണെങ്കിലും എല്ലാം ഭയങ്കര മെയിൻറ്റെയിൻ ആയി വെച്ചിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ, നല്ല സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാനിങ്ങനെ പോയ വഴിക്ക് കുറച്ച് എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ നമുക്ക് വോക്ക് എടുക്കുമ്പോൾ ഇനിയും കുറേ കാര്യങ്ങൾ പറയാം, എനിക്ക് മനസ്സിലായ കുറേ കാര്യങ്ങൾ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ ലക്ഷ്മി.